നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. സേഫ് കെയർ എന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സാരഥി ഉമർ അലി സാഹിബിൻ്റെ വിജയത്തിന് മുന്നിൽ അവരുടെ ബാക്ക് ബോണായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സ്ത്രീയുടെ സാന്നിധ്യമുണ്ട്. അത് മറ്റാരുമല്ല, അവരുടെ നേർപാതി എന്ന് പറയാവുന്ന സിമി അലിക്കുഞ്ഞാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത്. നമസ്കാരം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമസ്കാരം. ഞാൻ തുടങ്ങിയത് തന്നെ ഓരോ പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. വാസ്തവത്തിൽ ഈ സേഫ് കെയർ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം അത് പല നാടുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു മലയാളി നാട്ടിൽ നിന്ന് വന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാതി അഡ്മിനിസ്ട്രേഷൻ്റെ മുഴുവനും ചുമതല മാഡത്തിനാണെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് അത് ഏറ്റെടുക്കാനുള്ളൊരു ധൈര്യം കിട്ടിയത്? അത് ഞാൻ ബേസിക്കലി ഞാനൊരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. അതെ അതെ. അപ്പം ഞങ്ങൾ മാരേജൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സമയത്ത് സൗദിയിലായിരുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും സൗദിയിൽ പോയി. അപ്പോൾ സൗദിയിൽ അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന് എൻജിനീയറിംഗ് ഫീൽഡിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് ഞങ്ങൾ എൻജിനീയറിംഗ് പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഞാൻ 1990 പാസ് ഔട്ടാണ്. ഞാൻ പാലക്കാട് NSS എഞ്ചിനീയറിംഗ്. അപ്പോൾ അന്ന് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ആകെ 8 എഞ്ചിനീയറിംഗ് കോളേജേ ഉള്ളൂ. അപ്പോൾ എഞ്ചിനീയറിംഗിന് കിട്ടുക എന്ന് പറയണത് തന്നെ വലിയൊരു കടമ്പയായിരുന്നു. അപ്പോൾ അത് പാസ് ഔട്ടായിട്ട് നമ്മൾ ഒരു ജോലിയൊന്നും ചെയ്യാണ്ടിരുന്നിട്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അപ്പോൾ ഇക്കാക്കും അത് അങ്ങനെ ഒരു നല്ല പ്രൊമോട്ടീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സൗദിയിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇങ്ങോട്ട്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു 5 കൊല്ലം സൗദിയിലായിരുന്നു. ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരുന്ന് ഒന്നും അറിയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനിൽ ആര് ജോലി പറയാന്. അപ്പോൾ നമ്മൾ പതുക്കെ ഓട്ടോക്കാഡൊക്കെ പഠിച്ചിട്ട് ആദ്യം പല സ്ഥലത്തിലും ജോലിക്ക് ചെന്നപ്പോൾ പറഞ്ഞത് റിജക്ഷനാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആദ്യം പലയിടത്തും പോയി അവരടുത്ത് പറഞ്ഞ് നമുക്ക് സാലറി ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങനെ ജോലിക്ക് കയറി. അങ്ങനെ പിന്നെ നമ്മൾ ഓയിൽ ഫീൽഡിലൊക്കെ കയറി. ഒരു 10 years ഞാൻ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തു.
അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പരിപാടി ബിന്നലി മെഡിക്കൽ സപ്ലൈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലായിരുന്നോ അതോ? ഇല്ല, ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ, ഡിസൈനിങ്ങിലായിരുന്നു. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്, അതിൻ്റെ ഡിസൈനിങ്ങിലായിരുന്നു വർക്ക് ചെയ്തത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എഞ്ചിനീയറിംഗുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണല്ലോ ഈ അഡ്മിനിസ്ട്രേഷൻ. അത് എങ്ങനെ? അതായത് അപ്പോൾ ഒരു 10 years കഴിഞ്ഞപ്പോൾ പിന്നെ ഒക്കെ പറഞ്ഞു, ഇനി ഇത്രയും നാളും മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്തു, ഇനി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം വന്നു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് യാതൊരു അറിവില്ലാത്ത ഫീൽഡാണ്, ഒന്നും അറിയാൻ പാടില്ല. ഈ മെഡിക്കൽ വന്നു, പിന്നെ സൗദി അറേബ്യയിൽ കുറച്ചു കാലം, പിന്നെ ഇവിടെ വന്നിട്ടും നമുക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ കുറേശ്ശെ ആദ്യമൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു, ഒന്നും അറിയാൻ പാടില്ല, എന്ത് ചെയ്യും എന്നറിയില്ല. പിന്നെ ഇക്കയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ ഓരോ ഫീൽഡിൽ കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ അത് നമ്മൾ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു രീതിക്ക് എത്തിപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സേഫ് കെയറിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ബോണായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ സാധാരണ പലപ്പോഴും നമ്മുടെ വനിതകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ MBBS പാസ്സായവരുണ്ട്, ഞാൻ അറിയുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ഹസ്ബൻഡ് നല്ല ലെവലിലായിരിക്കും എത്തുന്നത്, അദ്ദേഹം ബിസിനസ്സിൽ വലിയ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടാവും. ഭാര്യയെ വീട്ടിലിരുത്തി അടുക്കളക്കാരി ആക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്വഭാവമുള്ള ഭർത്താക്കന്മാർ ഒരു ഭാഗത്തുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന പിന്നെ ഉമർ അലി സാഹിബിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സാധാരണയുള്ള ഈ സ്ത്രീകളോട് വിദ്യാഭ്യാസമുള്ള നല്ല എഡ്യൂക്കേറ്റഡായിട്ട് ഇവിടെ വന്നിട്ട് വാസ്തവത്തിൽ ആ ജോലി ആ പഠിച്ചത് മുഴുവനും നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. പ്രത്യേകിച്ച് എഫ്ലുവൻ്റ് ആയിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ്. മറ്റവർക്ക് അതൊരു നീഡ് തന്നെയാണ്, ജോലി എടുക്കാൻ വേണ്ടി അവർ നിർബന്ധിതരാവുകയാണ്. എന്നാൽ ഇവിടെ ഇതുപോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ ഉള്ളവരുടെ ഉടമകളുടെ ഭാര്യമാർ അടുക്കളക്കാരികളായി വീട്ടിലെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഹൗസ് വൈഫായിട്ട് നിൽക്കുന്ന ഇതുണ്ട്. അങ്ങനെയുള്ളവരോട് മാഡത്തിൻ്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം എന്താണുള്ളത്? അല്ല, എപ്പോഴും ഫാമിലി ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരഭിപ്രായം. ഞാൻ എൻ്റെ 2 മക്കളും സ്കൂളിൽ പോയതിന് ശേഷം, സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഈവൻ ഇവിടെ ലേറ്റായിട്ടാണെങ്കിൽ തന്നെ. പക്ഷെ പഠിച്ച് നമുക്ക് ഇത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉണ്ടായിട്ട് നമ്മളത് വെറുതെ ഒന്നുമില്ലെങ്കിലും സർക്കാർ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമാണോ അവിടെ നമ്മൾ പഠിച്ചത് അത് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കളയരുത്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണം, അത് ഏത് ഫീൽഡിലാണെങ്കിലും. സത്യത്തിൽ സമൂഹത്തോടൊരു കമ്മിറ്റ്മെന്റ് ഓരോ പഠിച്ച ആൾക്കാർക്കും ഉണ്ട്. അത് പഠിച്ച സ്ഥാപനത്തോട് എല്ലാം ഉണ്ട്. ഈ ഗവൺമെന്റ് നമ്മളിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടുത്തരുത് എന്നത് നല്ലൊരു നിർദ്ദേശമാണ് അത്. അപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ ഈ കുടുംബജീവിതവും ഔദ്യോഗിക ജീവിതവും ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ഹഡൽസ് അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതേക്കുറിച്ച് ഒന്ന് പറയാം. അതിൽ നമ്മുടെ ഈ പറഞ്ഞ ബെറ്റർ ഹാഫിൻ്റെ നല്ലൊരു കോപ്പറേഷൻ അതിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെ ജോലികളിലാണെങ്കിലും അല്ലാതെ പിള്ളേരുടെ കാര്യം നോക്കാനാണെങ്കിലും ഒക്കെ നമുക്കതൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ടെങ്കിൽ മാത്രമാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ വർക്ക് അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ മെഡിക്കൽ ഫീൽഡിലോട്ട് വന്ന് എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ പറഞ്ഞത് പക്ഷേ ഇക്കാക്ക് അതിനകത്തുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരാൻ പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയുണ്ട്. എനിക്ക് തീരെ ക്ഷമയില്ലാത്ത ഞങ്ങൾ 2 പേരും അങ്ങനെ ഓഫീസിലാണെങ്കിലും ഇപ്പോൾ എംപ്ലോയീസിൻ്റെ അടുത്താണെങ്കിലും പുള്ളി ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. എല്ലാത്തിനും വളരെ സമാധാനപൂർവ്വം ചെയ്യുന്ന ആളാണ്. ഞാൻ നേരെ ഓപ്പോസിറ്റ്. ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും എംപ്ലോയീസിൻ്റെ അടുത്താണെങ്കിലും. പക്ഷേ നമുക്ക് എംപ്ലോയീസിനറിയാം ഞാൻ ദേഷ്യപ്പെട്ടാലും കാര്യങ്ങൾ പറഞ്ഞാൽ ഞാനത് കൺവിൻസ് ആവും, അത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കുള്ള പോക്കാണ്. അത്രേ ഉള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും 2 രീതിക്കാണ്. സാറാണെങ്കിൽ പറഞ്ഞ പോലെ വളരെ എന്തിനും വളരെ കാമായിട്ടിരുന്ന് കേട്ട് വളരെ പതുക്കെ ഡിസിഷൻ എടുക്കും. എൻ്റെ ഡിസിഷൻസ് ചിലപ്പോൾ ക്വിക്കായിരിക്കും, പക്ഷേ നമ്മൾ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലോട്ട് വരുമ്പോൾ
ഞാനായിരിക്കും ചിലപ്പോൾ ബെറ്ററായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണത്. സാറ് അത് ചിന്തിച്ച് അതിൻ്റെ വരുംവരായികളെ പറ്റി ചിന്തിച്ചിട്ടാണ് സാറ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യണത് ചിലപ്പോൾ ബ്ലണ്ടറായി പോകും, പിന്നെ അത് തിരുത്തേണ്ടി വരും. പക്ഷേ അത് പലപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. സാധാരണ ഇപ്പോൾ ഈ നല്ല ചൂടുള്ള ഒരു സാധനം, കുറച്ച് തണുപ്പ്, രണ്ടും കൂടി ചേരുമ്പോൾ അത് കറക്റ്റ് കുടിക്കാൻ പറ്റുന്നൊരു പാകത്തിലാണ്. അതുപോലെ അതൊരു വിജയത്തിൻ്റെ പ്രധാന ഘടകമാണ്. കാരണം സാറ് വളരെ തണുത്ത് വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ നീക്കുന്നു. ഇത് വളരെ ക്യുക്കായിട്ട് കുറച്ച് ചൂടായിട്ട് കാര്യങ്ങൾ നീക്കുന്നു. അവ രണ്ടും കൂടി അങ്ങ് മുട്ടുമ്പോൾ രണ്ടിന്റെ മധ്യത്തിൽ ഒരു സമശീതോഷ്ണമായിട്ട് എയർ കൂളിംഗ് ആയിട്ട്, എയർ കണ്ടീഷനിങ് ആയിട്ട്, എയർ കൂളിംഗ് മറ്റേ കൂടി. അതാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ. നമ്മൾ ഓഫീസിലുള്ള പിള്ളേരും ഒക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന്, പക്ഷേ വേറൊരു കാര്യമുണ്ട്, സാറ് ദേഷ്യപ്പെടൂല, പക്ഷെ ദേഷ്യം വന്നാൽ അത് ഭയങ്കര ഒരു സൂപ്പർലേറ്റീവാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ദേഷ്യപ്പെടും, പക്ഷെ അതുപോലെ തന്നെ താഴുകയും ചെയ്യും. അപ്പോൾ രണ്ടുമുണ്ട്. പിന്നെ ക്ഷമാശീലൻ്റെ കോപത്തെ കരുതിയിരിക്കണം. കാരണം അദ്ദേഹം ആ എടുക്കുന്ന തീരുമാനം പിന്നെ അതിന് മാറ്റാനും കഴിയില്ല. അത് ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ്. ക്ഷിപ്രകോപികൾ അങ്ങനെയല്ല, അവർ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ്. പക്ഷേ ക്ഷിപ്രകോപികൾ എപ്പോഴും പാവങ്ങളാണെന്നാണ് പറയാറുള്ളത്. എപ്പോഴും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം അവരുടെ ആ ഒരു ഇതിലെടുക്കുന്ന. പക്ഷേ അവർ ഈ ദുർവാസാവിനെ കുറിച്ച് പറയാറുണ്ട്. ദുർവാസാവ് എന്ന് പറഞ്ഞൊരു മഹർഷി, ഏറ്റവും കൂടുതൽ ശപിക്കുന്ന മഹർഷി. പക്ഷേ മറ്റ് മഹർഷിമാർ അവർ ഒരിക്കലും ശപിച്ചാൽ ശാപമോക്ഷം കൊടുക്കില്ല. ഇത് നേരെ ഓപ്പോസിറ്റായി. ഇദ്ദേഹം എവിടെ ശപിച്ചിട്ടുണ്ടോ പെട്ടെന്ന് ശപിച്ചു കളയും. ശകുന്തളയൊക്കെ ശപിക്കുന്നുണ്ട്, അങ്ങനെയാണ് മോതിരം കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ശപിച്ച ഉടനെ തന്നെ പക്ഷേ ശാപമോക്ഷം. അതുപോലെ ഈ പെട്ടെന്ന് കോപം ഉണ്ടെങ്കിലും പെട്ടെന്ന് അവർക്ക് എംപ്ലോയീസിന് ശരിക്കും സാറെടുക്കുന്ന തീരുമാനത്തെക്കാളും മാറ്റാൻ പറ്റുന്നത് മേഡത്തിൻ്റെ. അവർക്കെല്ലാവർക്കും അറിയാം. എൻ്റെ അടുത്ത് വന്ന ആദ്യം നോ പറഞ്ഞാലും അത് യെസ് ആക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് പിള്ളേർക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം, അത് പല രാജ്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്? ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ്റെയും അതിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസ് തന്നെയാണ്. നമ്മുടെ എംപ്ലോയീസിൻ്റെ കോഓപ്പറേഷൻ, അവരുടെ ഒരു ഡെഡിക്കേഷൻ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അൽഹംദുലില്ലാ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന നല്ല എംപ്ലോയീസ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് പല സ്ഥലത്ത്, ഇപ്പോൾ നമ്മളിപ്പോൾ ദുബായി നമുക്ക് ബ്രാഞ്ചുണ്ട്, ഒമാനിൽ നമുക്ക് ബ്രാഞ്ചുണ്ട്. ഞങ്ങളങ്ങോട്ട് പോവാറ് വരെ ഇല്ല. ഞാനോ സാറോ ഒക്കെ വളരെ റെയറായിട്ടാണ്. ഒമാനിൽ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ പോയേക്കണം. ദുബായിലാണെങ്കിലും അതെ. പക്ഷെ നമ്മുടെ ബ്രാഞ്ച് മാനേജേഴ്സ് ആയാലും നമ്മുടെ എംപ്ലോയീസ് ആയാലും ഒക്കെ അവർ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ സ്വന്തം സ്ഥാപനം എന്നുള്ള നിലക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് വളരെ കാര്യമായിട്ടുണ്ട്. അതൊരു അൽഹംദുലില്ലാ നമുക്ക് വളരെ പല ഘട്ടത്തിലും നമ്മളത് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. ആണ്. ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമുള്ള കാര്യമല്ല. ഈ 10 പേരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ 10 തരമായിരിക്കും പ്രവർത്തിക്കുന്നത്. ഈ 10 തരത്തിൻ്റെ മനസ്സ് കമ്പനിയുടെ മനസ്സാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എങ്ങനെ അത് നേടിയെടുക്കുന്നു എന്നാണ് അത് നമ്മൾ പറഞ്ഞ അവർക്ക് അവരുടെ പൾസറിഞ്ഞ് നമ്മൾ നിൽക്കാൻ പറ്റണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, സാറിൻ്റെ ആ ഒരു വാസ്റ്റ് നോളജ്, ഡെഡിക്കേഷൻ, അത് എക്സ്പീരിയൻസ്, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനവും ഇപ്പോഴും ഒരു പുതിയ സാധനം അറിയാൻ പാടില്ലാത്തത് ലാസ്റ്റ് വന്ന് ചോദിച്ചെത്തണ സാറിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. പിള്ളേരാണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അതിനൊരു ഐഡിയ ഉണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പണി നമ്മൾ ചെയ്യുമ്പോഴുള്ള ഒരു സക്സസ്. അത് ഇക്കാട ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പോകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പുള്ളിക്കാരന് ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ്മാന്മാരെ മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും.
അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ്മാനായിട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് ആ പൾസ് അറിയണത്. ഒരു സാധനം കൊണ്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ചെല്ലുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ റിജക്ഷൻ ആയിരിക്കും, ചിലപ്പോഴല്ല ഓൾവേസ് ഇറ്റ് വിൽ ബി എ റിജക്ഷൻ ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അതിന് ട്രൈ ചെയ്യണം. അപ്പം ഏതൊരു എംപ്ലോയിയുടെ സെയിൽസ്മാൻ്റെയും പൾസ് മനസ്സിലാക്കാനുള്ള സാറിൻ്റെ കഴിവും അതിനകത്തൊരു വലിയ ഫാക്ടർ തന്നെ. അതിൽ മാഡത്തിന് പങ്കില്ല? എനിക്ക് പങ്കില്ല. ഞാൻ സെയിൽസിന് പോയിട്ടില്ല. എനിക്ക് അവിടെ നിന്ന് ഞാൻ മെയിൻലി അഡ്മിനിസ്ട്രേഷനും പിന്നെ സോഴ്സിങ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കാനായിട്ട് അതിന് എനിക്ക് കുറച്ച് ഒരു സ്കില്ല് അനുസരിച്ച് നമ്മൾ നോക്കിയെടുത്ത് ആർക്കും കിട്ടാതെ വരുമ്പോൾ ഞാനും സാറും ഒക്കെയാണ് അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് ആ സാധനം വെച്ചാൽ നമുക്കറിയില്ല എന്താ സാധനം. അപ്പോൾ പുള്ളിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് അത് വലിയൊരു അനുഗ്രഹം. അത് വലിയ കാര്യമാണ്. സാധാരണ ചില ഈ ഭർത്താക്കന്മാരെ അതങ്ങനെ എങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കില്ല, കറക്റ്റായിട്ട് വിവരിച്ച് കൊടുത്ത് ആ ക്ഷമയോട് കൂടിയിട്ട്. പുള്ളി നല്ലൊരു ടീച്ചറാണ്, സത്യം പറഞ്ഞു നല്ലൊരു ടീച്ചറാണ്. നല്ല ക്ഷമയുള്ളതുകൊണ്ട് ടീച്ചിങ്ങിന് നല്ല സ്കില്ലുണ്ട്. ടീച്ചിങ്ങിന് ഏറ്റവും ആവശ്യം ക്ഷമയാണ്. ക്ഷമയോട് കൂടി ഓരോ കുട്ടിയെയും. എനിക്ക് തീരെ ഇല്ലാത്തതാണ്, എനിക്ക് ടീച്ചിങ് അറിയാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എല്ലാ വർക്കും നമ്മൾ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. നമ്മുടെ സബോർഡിനേറ്റ്സിനായാലും നമ്മുടെ എംപ്ലോയീസിനായാലും നമുക്കറിയുന്ന അറിവ് പറഞ്ഞു കൊടുത്ത് അവരെയും കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ എന്തുകൊണ്ടാണ് മാനേജർക്ക് സാലറി കൂടുതൽ കൊടുക്കുന്നത്, എംപ്ലോയിക്ക് സാലറി കുറവ് കൊടുക്കുന്നത്? സ്വയം ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കൽ ഇറ്റ്സ് നോട്ട് ഈസി. അത് ടഫ് ടാസ്ക് ആണ്. കാരണം ഈ എസിയുടെ ഉള്ളിൽ വെറുതെ ഈ തിരിയുന്ന കസാലയിൽ ഇരിക്കുന്ന മാനേജർക്ക് കൂടുതൽ ശമ്പളവും വിയർപ്പൊഴുക്കി പണിയെടുക്കുന്നതിന് എന്തുകൊണ്ട്? അതിന് ഉത്തരം ഇത് തന്നെയാണ്. 10 ആളുകളെ എങ്ങനെ ഏകോപിപ്പിക്കുകയും എങ്ങനെ അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യാന്നുള്ളത് തലകൊണ്ട് മാത്രം കഴിയുന്നതാണ്, മനസ്സുകൊണ്ടും തലകൊണ്ടും മാത്രം കഴിയുന്നതാണ്. അതൊരു വിയർപ്പൊഴുക്കി ചെയ്യാൻ കഴിയുന്നതല്ല. അതെ, അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ പുതുതായിട്ട് വരുന്ന ഈ മേഖലയിലേക്ക് വരുന്ന വനിതാ സംരംഭകരുണ്ട്, അതുപോലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് വരുന്ന ഇവരോടൊക്കെ മാഡത്തിന് ഈ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താണ്? ഒരിക്കലും നമ്മൾ ഗിവപ്പ് ചെയ്യാതിരിക്കുക. നമ്മൾ പഠിച്ചത് ചിലവർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ എൻജിനീയറിംഗ് പഠിച്ചിട്ട് ആ ഫീൽഡ് ചെയ്തില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടാകും. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുന്നതല്ല, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പോലെ പഠിക്കുന്നതല്ല ചെയ്തു വരുന്നത്. അപ്പോൾ ഒരു കരിയറിലോട്ട് വരുമ്പോൾ ഒരുപാട് ഹേർഡിൽസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോൾ ഈ പറഞ്ഞ ആദ്യം മാരേജ്, കുട്ടികൾ, പല പല ഹേർഡിൽസ് ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഫാമിലി ലൈഫും നമ്മുടെ കരിയറും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ആർജവം എല്ലാ ലേഡീസിനും ഉണ്ടാവണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് ഒരുപാട് ഹർഡിൽസ് വരാം, പക്ഷെ അതെല്ലാം നമുക്ക് ആ ഒരു ടൈം പീരീഡിലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വളരെ സിമ്പിളാണ്. അപ്പം അതുകൊണ്ട് ആദ്യമുള്ള പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി, പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോൾ ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട്. പിള്ളേരായി ഇപ്പം നമ്മളിപ്പോൾ തന്നെ ഓഫീസിൽ തന്നെ പല ഗേൾസും ഈ പറഞ്ഞ പോലെ ജോലി ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ കൊടുക്കുവാണ് 1 വർഷം 2 വർഷമൊക്കെ. അപ്പോൾ ആ ഒരു കുട്ടി ഒരു ലെവലാകുമ്പോൾ തുടങ്ങി തിരിച്ച് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊരു ലേഡീസിനെ വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണെങ്കിലും എല്ലാവരും അതൊരു കരിയറും ഫാമിലിയും ഒരേ ഇമ്പോർട്ടൻസിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു പുതിയ പിള്ളേരോടാണെങ്കിലും. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച ഫീൽഡ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത്. കിട്ടണ ഫീൽഡിൽ നിങ്ങൾ എക്സ്പെർട്ടൈസായിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക്, ഈ ജോലി തേടിക്കൊണ്ടിരിക്കുന്നവർക്ക്
മാഡത്തിൻ്റെ ഒരു നിർദ്ദേശം എന്തായിരിക്കും ഉണ്ടാകും പുതുതായിട്ട് ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്നത്? അല്ല, അത് കുറച്ചുകൂടി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതായത് ഇപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് സപ്പോർട്ടീവായിട്ട് ഓട്ടോകാഡ് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഓരോ ഫീൽഡിലും. അതായത് ഓരോ എൻജിനീയറിങ് ഫീൽഡിലും ഒരുപാട് എല്ലാം സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. അപ്പോൾ അതിന് പറ്റിയ ചെറിയ ചെറിയ കോഴ്സുകൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂവിന് ആദ്യം വന്നു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കണം നിങ്ങൾക്ക് എന്താ അറിയാമെന്നാണ് ചോദിക്കണം, നിങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു ജോലി തരാതെ എക്സ്പീരിയൻസ് ആർക്കും കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തറിയാം എന്ന് ചോദിക്കുന്നതിന് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നമ്മൾ പഠിച്ചത് തന്നെ കിട്ടിയാലാണ് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഒരാളും വിചാരിക്കരുത്. കിട്ടണ ജോലിയിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ആയി അത് പഠിച്ച് റെഡിയാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പഠിച്ചതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരാൾക്കും ജോലി കിട്ടില്ല. അത് പക്ഷേ അത് നമുക്ക് ഏത് ജോലിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ വിജയം സുനിശ്ചിതമാണ്. വലിയൊരു ഉപദേശമാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പലരും ഞാൻ എൻ്റെ പണി ഇതാണ്, ഇതേ ചെയ്യൂ എന്ന് ഇരിക്കാറുണ്ട്. പക്ഷെ അതല്ല വേണ്ടത്. എന്താണോ കിട്ടുന്നത് അവിടെ എക്സ്പെർട്ടൈസ് ചെയ്യുക, പഠിച്ചെടുക്കുക, എന്നിട്ട് അതിൽ വിജയം കൈവരിക്കുക എന്നാണ് ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാഡം പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഏറെ പ്രയോജനപ്രദമായ പുതിയ ബിസിനസ് സംരംഭകർക്ക്, അതുപോലെ തന്നെ ബിസിനസ്സിന് കൂടെ ഭർത്താവിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അതുപോലെ ജോലി തേടുന്ന ആളുകൾക്ക് ഒക്കെ ഏറെ പ്രയോജനപ്രദമായ ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞത്. മാഡം ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് വലിയ സന്തോഷം. ഇനിയും അവസാനിച്ചുള്ള ഇനിയും ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. കാരണം ആളുകൾക്ക് ഉപകാരപ്രദമാണ്. ഇതൊരു സാമൂഹിക സേവനമാണല്ലോ ശരിക്കും. കാരണം ഒരുപാട് ആളുകൾക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത വനിതകളുണ്ട്. വനിതകളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാണ് ശരിക്ക് ഈ പഠനം ആവശ്യമായിട്ട് വരുന്നത്. പഠിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കേട്ടിടത്ത് പുരുഷന്മാരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ മാഡത്തെ പോലെയുള്ള ആളുകൾ പലർക്കും പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഞങ്ങളോട് സഹകരിക്കുകയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.